ജനങ്ങൾക്ക് ഇതിൽ പങ്ക് കൊടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പരിഷ്കാരം കൊണ്ടുവന്നതാണ് സോഷ്യൽ ഓഡിറ്റിംഗ്. ഒരു നിർമ്മാണ പ്രവർത്തനം റോഡ് പണി നടത്തിയിട്ട് അതിൻ്റെ ബില്ല് മാറുന്നതിന് മുമ്പ് സോഷ്യൽ ഓഡിറ്റിംഗ് ജനപ്രതിനിധികൾക്ക് അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഇത് ചെയ്യാവൂ. അങ്ങനെ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തു. 1 കോടി രൂപയുടെ വർക്ക് എടുക്കണമെങ്കിൽ നമ്മളെ ടെൻഡറിൽ പങ്കെടുക്കണം 25 ലക്ഷം രൂപയുടെ EMD അടയ്ക്കണം. നമ്മൾ അതുപോലെ തന്നെ അതേ ലെവലിലാണ് ഞങ്ങൾ കാശ് മുടക്കേണ്ടി വരുന്നത്. ഇത്രയൊക്കെ കാശ് മുടക്കി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് നാട്ടിൽ മോട്ടിക്കാൻ ഇറങ്ങുന്നവരാണെന്ന് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയരുത്. കാരണം ഞങ്ങൾക്ക് ആളുമാർ പ്രതിബദ്ധതയുള്ളവർ തന്നെയാണ്. 1 കോടി രൂപയുടെ വർക്ക് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. നിങ്ങൾക്കത് 1 കോടി രൂപയ്ക്ക് ചെയ്തു തരാൻ പറ്റും. ഞാൻ സൂപ്പർവൈസ് ചെയ്യാം. 1.25 കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് 1 കോടി രൂപയ്ക്ക് അടങ്കൽ ഉണ്ടാക്കുന്ന ഒരു വർക്ക് ചെയ്യാൻ പറ്റും. കേൾക്കട്ടെ, ഞാൻ പറയട്ടെ. ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ പഞ്ചായത്തിൻ്റെ വർക്കുകൾ അറിയാവുന്നവർക്കറിയാം, പഞ്ചായത്ത് വർക്കുകളെ ഈ വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ അറിയാം. സത്യസന്ധമായി പണിയെടുക്കണമെങ്കിൽ എക്സസ് വേണം. ഇന്നത്തെ സ്ഥിതിയിൽ നഷ്ടമല്ല. ഇന്നത്തെ സ്ഥിതിയിൽ നഷ്ടമല്ല. നഷ്ടമാണെങ്കിൽ അത് പരിഷ്കരിക്കണം. നിങ്ങളോടൊപ്പം എവിടെ ഞാൻ വരാം. ഞങ്ങൾ പറഞ്ഞല്ലേ പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നിങ്ങൾ കേക്ക് ബഹുഭൂരിപക്ഷം കരാറുകാരും നല്ല റേറ്റിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു വിഭാഗം പേര് കുറഞ്ഞ റേറ്റിൽ എഴുതി അപകടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഉദ്ദേശം 1 മീറ്റർ ആഴത്തിലുള്ള കുഴികൾ, അത്തരം 1 കിലോമീറ്ററിൽ 1000 കുഴികളുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന 1 കോടി തുകയ്ക്ക് നിർമ്മിക്കാമെന്ന് ഏറ്റെടുക്കുകയും നിങ്ങളതിനെ ദീർഘിപ്പിക്കും തോറും 1 മീറ്റർ കുഴി 3 മീറ്ററായി മാറുകയും 3 മീറ്റർ 6 മീറ്ററായി മാറുകയും ഒരു 4 ഇഞ്ചുള്ളത് 8 ഇഞ്ചായി മാറുകയും ചെയ്യുന്നു. ആ സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഞങ്ങൾ പറഞ്ഞ ടെൻഡർ ഞങ്ങൾ കോട്ട് ചെയ്താൽ 2 മാസത്തിനുള്ളിൽ പാസ്സാക്കി തരണമെന്നാണ് നിയമം. പക്ഷേ 8 മാസമായിട്ടും പാസ്സാക്കുന്നില്ല. റോഡുകളുടെ കാലാവധി എത്ര വർഷമാണ്? റോഡുകളുടേത് കുഴിയടക്കലിന് 6 മാസത്തെ കാലാവധിയേ ഉള്ളൂ. അതാണ് ഒരു കാര്യം അല്ലേ. 25 ലക്ഷം കെട്ടിവെക്കണം. ഈ 25 ലക്ഷം കെട്ടിവെക്കുന്നത് എന്തിനാണ്? സെക്യൂരിറ്റിക്ക് വേണ്ടി ആണല്ലോ. എന്ന് പറഞ്ഞാൽ ആ റോഡ് ചീത്തയായി കഴിഞ്ഞാൽ അത് കോമ്പൻസേഷൻ ഈടാക്കാൻ വേണ്ടിയല്ലേ? അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കത് അറിയാത്തതാണ്. നമ്മള് ഒരു കുറെ കുഴിയടക്കലിനെ മാത്രം കണ്ട് കേരളത്തിലെ കരാർ മേഖലയെ കുറിച്ച് സംസാരിക്കരുത്. നല്ല റോഡ് കൂടി നല്ല റോഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണ്? നമ്മുടെ മുൻ VW മിനിസ്റ്റർ പോകുന്നതിന് മുമ്പ് ഒരു സ്കീം 2.5 വർഷം കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഒരു നിമിഷം. ഇവിടെ നമ്മുടെ സിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു റോഡ് ശാസ്ത്രീയമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും അതിന് ഉത്തരം പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. സിറ്റിയിലുള്ള 11 റോഡുകൾ ശാസ്ത്രീയമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് റോഡ് ഫണ്ട് ബോർഡിന്റെ കീഴിൽ 11 റോഡ് എല്ലാം കൂടി 42 കിലോമീറ്റർ ശാസ്ത്രീയമായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ചർച്ച അഴിമതിയെക്കുറിച്ചും അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഷെയറിനെ കുറിച്ചും മാറ്റിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കേരളത്തിലുള്ള എല്ലാ കുഴികളും അടച്ച് റോഡിന്റെ സർഫസ് നല്ലതാക്കുകയാണ്. 2020-ലെങ്കിലും നാറ്റ്പാക്കിന്റെ ഒരു വിഷൻ എന്താണ് കേരളത്തിലെ റോഡുകളെ കുറിച്ച്? കേരളത്തിലെ റോഡുകളെ കുറിച്ച് നമ്മുടെ KSTP റോഡ് പോലെയുള്ള ഒരു റോഡ് കേരളം മുഴുവൻ വേണം എന്നുള്ളതാണ്. അത് നടപ്പാകുമോ? സമയമില്ലാതെ അത് നടപ്പാകുമോ ശ്രീ വിജയകുമാർ? KSTPയുടെ അല്ലെങ്കിൽ നാറ്റ്പാക്കിന്റെ പദ്ധതികളൊക്കെ നല്ലതാണ്. പക്ഷേ ഈ സിസ്റ്റത്തിൽ മാറ്റം വരാതെ, ഈ സിസ്റ്റത്തിൽ ടോട്ടൽ ചേഞ്ച് വന്നാൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന തരത്തിൽ റോഡുകൾ മാറുകയുള്ളൂ. മാർച്ച് മാസത്തിന് മുമ്പേ, മെയ് മാസത്തിന് മുമ്പേ ഈ റോഡുകൾ അടയ്ക്കാനുള്ള സംവിധാനം ഈ നാട്ടിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് ഉണ്ടാവുകയുള്ളൂ. കാരണം ഇന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ 100 രൂപ ചെലവാക്കാനുള്ളിടത്ത് 1000 രൂപ ചെലവാക്കി റോഡുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മഴക്കാലത്തിന് മുമ്പേ ഇന്ന് നമ്മൾ 1 ലക്ഷം രൂപ ചെലവാക്കാനുള്ളത് 10 ലക്ഷം രൂപ മുടക്കിയ ആളുകളുടെ ധനവും മേയവും നഷ്ടപ്പെടുത്തി ഈ രാജ്യത്തിലെ പാവപ്പെട്ടവന്റെ എല്ലാ ആയുസ്സും നഷ്ടപ്പെടുത്തിയതിന് ശേഷമാണ് തുടങ്ങുന്നത്. വണ്ടിയെടുത്ത് ഇപ്പോൾ റോഡിൽ ഇറങ്ങുന്നവർക്ക് വണ്ടിയും നട്ടലും പോയതും മെച്ചം. മഴക്കാലം എത്തിയപ്പോഴേക്കും പൊതുജനങ്ങൾക്ക് വഴി നടക്കാൻ കഴിയാതെയായിട്ടും മൗനം പാലിക്കുന്ന അധികൃതരുടെ ശ്രദ്ധയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ വിഷയം അവസാനിപ്പിക്കുന്നു. ഇതിൽ കൂടുതലൊന്നും ഇത്തവണ ഞങ്ങൾക്ക് പറയാനുമില്ല. നമസ്കാരം. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. ഇത് വല്ല ആവോ? ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്? എങ്ങനെ? മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാരം അടങ്ങുമോന്ന്? ഒരു കൊടുവാളോ മാറിയിട്ട് കിട്ടുമോ? ഉണ്ട്.